പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിവിടെ ഒരു ചോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ചോളം മേടിച്ചാൽ എല്ലാവരും അതൊന്ന് പുഴുങ്ങി ഉപ്പും മുളക് പൊടിയും അതുപോലെ തന്നെ നാരങ്ങ നീരുമൊക്കെ ചേർത്ത് മിക്സാക്കി കഴിക്കാറുണ്ടല്ലേ. എന്നാൽ നമുക്കിന്നത് വെറൈറ്റി ആയിട്ട് നമുക്കൊരു അട തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം അതിൻ്റെ ആ ഇല ഭാഗമല്ലേ അതെല്ലാം ഒന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാം. അത് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് അത് നല്ലപോലെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ കഴുകി എടുത്തിട്ട് വരട്ടെ. കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ ചോളത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള നാര് പോലുള്ളതെല്ലാം ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇത്രയും വെള്ളം മതിയാവില്ല കേട്ടോ. ഞാൻ പൈപ്പിൽ പോയി കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് 4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ തണ്ടിയിൽ നിന്ന് ചോളം വളരെ എളുപ്പത്തിൽ മാറ്റി അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പിച്ചാത്തി കൊണ്ട് ആ ലെയർ അനുസരിച്ച് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് വിടർത്തിയാൽ മതി. അത് നല്ലപോലെ ഇളകി വരും. അതിനുശേഷം അതാ ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നമുക്കിനി ഇത് അടിച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത ചോളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഇടിയപ്പപ്പൊടി. നമുക്കത് കുറേശ്ശെ ഇട്ട് നല്ലപോലെ ഒന്ന് ഈ മാവൊന്ന് മിക്സാക്കി എടുക്കാം. കുറേശ്ശെ ഇട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ മാവ് നല്ല പരുവത്തിനൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ടത് ആവശ്യമില്ല. അപ്പോൾ ഈ മാവ് പരുവത്തിനായിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് കുറച്ച് ശർക്കര പാനി, ഞാൻ നേരത്തെ പാനി എടുത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊഴിച്ച് പാനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, 1 കപ്പ് തേങ്ങ ഞാൻ ചെറിയൊരു കപ്പിന് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ശർക്കരയിൽ നിന്ന് ഒന്ന് നല്ലപോലെ ഈ ശർക്കരയെല്ലാം തേങ്ങ ഒന്ന് പിടിച്ച് നല്ലപോലെ ഒന്ന് മധുരമൊക്കെ തേങ്ങയിൽ പിടിക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അവൽ, 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് അവലിടക്കി കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരല്പം മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റാവുന്നതാണ്. ഇനി ഞാൻ ആ ഇല കഴുകി വെച്ചിരുന്ന ഇല നല്ലപോലെ ഒന്ന് വെള്ളമൊന്നും ഇല്ലാതെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലപോലെ നൈസായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്കിതിൽ ആവശ്യാനുസരണം വെച്ച് കൊടുക്കാം. അതിൽ എത്ര വേണം, തേങ്ങ ഒത്തിരി വേണം എന്നുള്ളവർക്ക് ഇച്ചിരി കൂടെ കൂടുതൽ ചേർക്കാം കേട്ടോ. അതുപോലെ അണ്ടിപ്പരിപ്പ് ചേർക്കാം. കപ്പലണ്ടി വേണം എന്നുള്ളവർക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടതൊക്കെ ചേർക്കാം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാം മടക്കത്തില്ല, അതുപോലെ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. ബാക്കിയെല്ലാം നമുക്കതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇല ഇല്ലെന്നുള്ള സങ്കടവും വേണ്ട. നമുക്ക് ഇലയ്ക്ക് ഇലയുമായി എല്ലാം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചു, വെള്ളം ഒഴിച്ച് വെള്ളം നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഉറപ്പായിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മാത്രമല്ല മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് നമുക്കിതുപോലെ ഒന്ന് പറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. ഉറപ്പായിട്ട് ഒരിക്കൽ നിങ്ങൾ കഴിച്ചാൽ പിന്നെ ഇത് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേ ഇരിക്കും, അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം നമുക്കിത് എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്ത് മാറ്റാം. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം നിങ്ങളെ. ഫില്ലിംഗ് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ മധുരം കഴിക്കാൻ പറ്റാത്തവർ മധുരം കഴിക്കേണ്ട, ഷുഗറൊക്കെ ഉള്ളവരൊന്നും കഴിക്കാൻ നിൽക്കേണ്ട. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ.
അതുപോലെ മധുരം കഴിക്കാവുന്നവർക്കും വല്ലപ്പോഴും കൂടിയൊക്കെ ഇതിങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും ബായ്.